സംസ്ഥാനത്ത് കനത്ത മഴയാണ്. രാത്രി പെയ്ത കനത്ത മഴയിൽ കൊച്ചി നഗരത്തിൽ ഉൾപ്പെടെ എറണാകുളത്തെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. ഇന്നും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ്. പ്രത്യേകിച്ചും എറണാകുളം, തൃശൂർ ജില്ലകളിൽ, ഈ രണ്ട് ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പായ റെഡ് അലേർട്ടാണ്. അതുകൂടാതെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, ഇടുക്കി എന്നീ 8 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാനേ സാഹചര്യമുള്ളൂ. കാരണം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് തുടരുന്നുണ്ട്. ഡാനിയുടെ ശബ്ദത്തിൽ ചെറിയൊരു തകരാറുണ്ടായിരുന്നു. ഡാനി ഇപ്പോൾ ഉള്ളത് ഒരു ദുരിതാശ്വാസ ക്യാമ്പിലാണ്. അവിടുത്തെ ആളുകൾക്ക് ആദ്യം തന്നെ ചോദിക്കട്ടെ, അവിടുത്തെ ആളുകൾക്ക് വേണ്ട അവശ്യ സാധനങ്ങളൊക്കെ ആ ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ കീരേലി മല എന്ന് പറയുന്ന ആ പ്രദേശത്തെ ദുരിതാശ്വാസ ക്യാമ്പ്, അവിടെ നിന്നുള്ള ആളുകളാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ കാണുന്നത് ക്യാമ്പിലെ ആ ദൃശ്യങ്ങൾ തന്നെയാണ്. എപ്പോഴാണ് അമ്മ ഇങ്ങോട്ട് എത്തിയത്? ഇന്നലെയാണോ? ഇന്നലെ രാത്രിയാണോ? ഇന്നലെ രാത്രി വന്നത്. ഇന്നലെ രാത്രി എന്ന് വെച്ചാൽ 6 മണിയൊക്കെ അവിടെ മണ്ണിടിച്ചിലിൻ്റെ ഇതനുസരിച്ചാണ് വന്നത്. പിന്നെ എൻ്റെ പേരെ മൊത്തം ചോർച്ചയായിരുന്നു. അതൊക്കെ ആയിട്ടാണ് വന്നത്. ഇവിടെ വന്നിട്ട് എല്ലാ സൗകര്യങ്ങളും സൗകര്യം എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാ ഇന്നലെ എത്തിയോ അതോ ഇന്നാണോ ഇവിടേക്ക്? എപ്പോഴാണ് എത്തിയത്? ഇന്നലെ 5 മണിയോടുകൂടി വീട് എല്ലാ വർഷവും അവിടെ നിന്ന് ആളുകളെ മാറ്റാറുണ്ടല്ലോ അല്ലേ? മഴ എല്ലാ ദിവസവും മാറ്റാറുണ്ട്. എല്ലാ ദിവസവും മാറ്റാറുണ്ട്. ഇവിടെ വരാറുണ്ട്, കിടക്കാറുണ്ട്. പിന്നെ മഴ മാറുമ്പോൾ പോകാറുണ്ട്. തിരിച്ചു പോകുന്ന മുഴുവൻ പേരും പോകുന്നോ അവിടെ നിന്ന് ഇങ്ങോട്ട്? പോന്നിട്ടുണ്ടല്ലേ? സ്ത്രീകളും കുട്ടികളും അതോടൊപ്പം പ്രായമായവരും എല്ലാം തന്നെ ഈ ക്യാമ്പിന്റെ ഭാഗമാണ്. എങ്ങനെയാണ് വീട്ടിൽ ഇപ്പോഴത്തെ അവിടെ വീട്ടിലൊരു അവസ്ഥ? ഇപ്പോഴും മണ്ണ് ഇടിയുന്നുണ്ട്. ഞങ്ങൾക്ക് അവിടെ മഴ വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കാൻ പറ്റില്ല. അപ്പം ഇന്നലെ 5 മണിയായപ്പോൾ ഇവിടെ നിന്ന് സാറുമാർ വന്ന് ഞങ്ങളോട് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ചെയ്യണത്. എല്ലാ വർഷവും അവർ നമ്മളെ മാറ്റാറുണ്ട്. പിന്നെ ഭയങ്കര ദുരിതാവസ്ഥയാണ് അവിടെ. മണ്ണ് ഇങ്ങോട്ട് മൊത്തം ഒരു 6 വീട് മേളിലും 7 വീട് താഴെയുമുണ്ട്. അപ്പോൾ ഈ 6 വീടും ഞങ്ങളുടെ പുറത്തോട്ടായിരിക്കും വീണത്. അപ്പം അതുകൊണ്ട് തന്നെ മഴ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നത് നമുക്കൊരു വല്ലാത്തൊരു ഘട്ടം. കാരണം ഇന്നലെ വന്നിട്ട് കിടക്കാനൊന്നും നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നില്ല. കാറ്റൊക്കെ അടിച്ച് കയറുന്നതിന് പിന്നെ സുഖമില്ലാത്തതാണ് ചേട്ടന് ശ്വാസം മുട്ടൊക്കെയാണ്. അങ്ങനെ സുഖമുള്ള ഈ ചേച്ചിക്കും സുഖമില്ല. പിന്നെ നമ്മളിപ്പോൾ 2018 തുടങ്ങി ക്യാമ്പിൽ കയറി ഇറങ്ങണേണ്. ഒരു വർഷത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞങ്ങൾ ക്യാമ്പിൽ വരാറുണ്ട്. മണ്ണിടിച്ചിൽ ഭീഷണിയുടെ ഇതിൽ. പിന്നെ നമുക്കിപ്പോൾ സ്ഥലം കിട്ടിയിട്ടുണ്ട്. കൊച്ചിറയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന കളക്ടർ വഴിയായിട്ട് നമുക്ക് സ്ഥലം കണ്ടെത്തി പെര പണിയണം. അപ്പോൾ ഈ വർഷവും കൂടി ഇങ്ങനെയൊക്കെ പോകുമെന്നാണ് പറയണത്. നമുക്കറിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യാമ്പിലോട്ട് വരരുതെന്ന് പ്രാർത്ഥന. കുഞ്ഞു മക്കളൊക്കെ വലിയ ഇതുങ്ങളൊക്കെ കുഞ്ഞായപ്പം തുടങ്ങി അങ്ങ് ക്യാമ്പിൽ നടക്കണേണ്. 2018 തുടങ്ങി അങ്ങ് ഇവിടെ തന്നെ ഉണ്ട്. സ്കൂളൊക്കെ തുറക്കാറായോ? ഇനിയിപ്പോ ഏത് ക്ലാസ്സിലേക്കാ? ഫസ്റ്റ്. ഇന്നലെയാണോ ക്യാമ്പിലേക്ക് എത്തുന്നത്? ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ ക്യാമ്പിലേക്ക് വന്നു. ഇവിടെ തന്നെ പഠിക്കുന്നത് അല്ലേ? അതേ ക്ലാസ് റൂമിൽ പഠിക്കുന്ന അതേ ക്ലാസ് റൂമിൽ തന്നെയാണ് കുട്ടി ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ കുടുംബം മുഴുവനായിട്ട് ഇവിടേക്ക് കഴിയുന്നു. പലരും രോഗികളായവരുണ്ട്. പലരും വന്നപ്പോഴുണ്ടായിരുന്ന അസൗകര്യങ്ങളുണ്ട്. കാരണം വളരെ പെട്ടെന്നാണ് ഇവിടേക്ക് ക്യാമ്പ് നിശ്ചയിച്ച് ഇവിടേക്ക് മാറുന്നത്. ചിലയിടങ്ങളിൽ ചോർന്നൊലിക്കുന്ന ആ ഭാഗങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ആ തുടക്കത്തിലെ ഒരു അസൗകര്യങ്ങൾക്ക് ശേഷം ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ആഹാരമടക്കമുള്ള കാര്യങ്ങളിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ എത്ര കുടുംബങ്ങൾ താമസിക്കുന്നു? ഇവിടെ 10 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എങ്ങനെയാണ് ഒരു ക്രമീകരണങ്ങളൊക്കെ? ക്രമീകരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു നമുക്ക്. അപ്പം മൊത്തം കാറ്റൊക്കെ അടിച്ചു. ഇവർ രാത്രി ഒരു 3 മണിയായപ്പോൾ എന്നെ വിളിച്ചായിരുന്നു, ഫോൺ വിളിച്ചായിരുന്നു. പക്ഷേ ഞാനും ഈ ക്യാമ്പിൽ അന്തേവാസിയാണ്. പക്ഷെ ഇന്നലെ ഞാൻ പോയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ച് പിന്നെ ഇവരെല്ലാവരും എഴുന്നേറ്റിരിക്കണമായിരുന്നു. അപ്പം ഇന്നലെ പിന്നെ എല്ലാവരും തന്നെ മാറിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളൊരു ബന്ധു വീട്ടിലൊക്കെ പോയേക്കാം. വരും. ഇനി ആരും വരാനില്ല, ഉള്ളവർ വന്നായിരുന്നു. കീരേലി മല എന്ന് പറയുന്ന കാക്കനാടുള്ള ഈ പ്രദേശത്തെ അവിടെ നിന്നുള്ള കുടുംബങ്ങളെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്.
അതിൽ ഇവർ ഇവിടുത്തെ ആ സൗകര്യങ്ങൾ വന്നപ്പോഴുണ്ടായിരുന്ന ചില സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതലായും തന്നെ അതെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. ഇവിടെ 2 ക്ലാസ് റൂമുകളിലായിട്ട് തന്നെ അവരെ ക്രമീകരിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുകയാണെങ്കിൽ ഇവിടെ തന്നെ തുടരേണ്ട ഒരു സാഹചര്യമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ചേച്ചി, മുഴുവൻ പേരും വീട്ടിൽ ഇങ്ങോട്ടാണോ പോന്നിരിക്കുന്നത്? അതെ, മുഴുവൻ പേരും വന്നിട്ടുണ്ട്. 1-2 വീട്ടുകാർ ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെ ഇവിടെ വീട്ടിലെ ഒരു സാഹചര്യം എങ്ങനെയാണ്? അവിടെ വലിയ ഭീഷണിയാണോ? മണ്ണിടിച്ചിൽ? മണ്ണിടിച്ചൽ വലിയ ഭീഷണി തന്നെയാണ്. മണ്ണിടിഞ്ഞുണ്ട്, പിന്നെ കാറ്റത്ത് മരമൊക്കെ മറിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പം ഞങ്ങളവിടെ ഇല്ല, അവിടെ ഉള്ളവർ അറിഞ്ഞതാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ ഇവിടേക്ക്, ഏതാണ്ട് 20-ലധികം പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അമ്മ, ഇന്നലെയാണോ എത്തിയത്? ഇന്നലെ 5 മണിയായപ്പോൾ എത്തി. ഇപ്പോൾ പലതവണയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ? വരുന്നത് ഈ വരലും പോക്കും മാത്രമേ ഉള്ളൂ. ഈ വയ്യാത്ത ആൾക്കാർ ഈ ഓട്ടം കൂടി ആകുമ്പോൾ പറ്റില്ല. പിന്നെന്താ ചെയ്യണേ? രാവിലെയും ഭേദമല്ലേ? മണ്ണിടിഞ്ഞ് ചത്താൽ പിന്നെ എല്ലാം പറയാൻ പറ്റുമോ? എന്തായാലും ക്യാമ്പിലേക്ക് എത്തിയതിൻ്റെ ഒരു ആശ്വാസവും അതോടൊപ്പം തന്നെ എല്ലാവിധ നിസ്സഹായസ്ഥയും അമ്മയുടെ വാക്കുകളിലുണ്ട്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട്. 2018 മുതൽ ഇങ്ങോട്ട് പലപ്പോഴായി കിരേലിമലയിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് ഒഴിപ്പിച്ച് മാറ്റുന്നുണ്ട്. ആ ദുരിതം ഇപ്പോഴും തന്നെ അവർക്ക് തുടരുന്നു. കനത്ത മഴയും മണ്ണിടിച്ചിലും മൂലം പലപ്പോഴും ഇവരെ ഈ ക്യാമ്പുകളിലേക്ക് തന്നെ മാറ്റുന്ന, സ്ഥിരമായി ഈ സ്കൂളിലേക്ക് തന്നെ കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഈ സാഹചര്യം കൊച്ചിയിൽ കനത്ത മഴയാണ്. റെഡ് അലർട്ട്